2009 കേരളത്തിൽ വ്യാപകമായി ചിക്കുൻ ഗുനിയ എന്ന രോഗം പടർന്നു പിടിച്ചിരുന്നു. പനി, ശക്തമായ സന്ധിവേദന, പേശീവേദന, തലവേദന, ക്ഷീണം എന്നിവയൊക്കെ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രോഗം ശമിച്ചാൽ പോലും വർഷങ്ങളോളം സന്ധിവേദന മാറാതെ ബുദ്ധിമുട്ടിയവരുമുണ്ട്. പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ലെങ്കിലും ഈ ലക്ഷണങ്ങളെല്ലാം ആ കാലത്ത് എനിക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ യൂറിൻ മുഴുവനായി കഴിച്ചപ്പോൾ തന്നെ 2-3 ദിവസം കൊണ്ട് ഈ അസ്വാസ്ഥ്യങ്ങളെല്ലാം സുഖപ്പെട്ടു. എന്നാൽ മറ്റ് ചികിത്സകൾ ചെയ്തിട്ട് 3 വർഷമായി സന്ധിവേദന സുഖപ്പെടാതെ വന്ന എൻ്റെ ഒരു സുഹൃത്ത് പഴകിയ യൂറിൻ 3 ദിവസം മസാജ് ചെയ്യുകയും ഫ്രഷ് യൂറിൻ കുടിക്കുകയും ചെയ്തപ്പോൾ തന്നെ വേദന മാറിയ വിവരം അറിയിക്കുകയുണ്ടായി. ഇത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഇക്കാര്യത്തിൽ തെളിവുകളുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ചിക്കൻ ഗുനിയ വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി വൈറൽ ഘടകങ്ങൾ ഗോമൂത്രത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് IIT റൂർക്കിയിലെ ബയോ സയൻസസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ ശൈലി തോമറും സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ആയുർവേദ ബയോമെഡിക്കൽ സ്ഥാപനങ്ങളിലെ ഗവേഷകരുമായി സഹകരിച്ചാണ് പഠനം നടത്തിയിട്ടുള്ളത്. 2026 മെയ് 28 ACS അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടന്നത് 2026 ജൂൺ 19 ശുദ്ധീകരിച്ച ഗോമൂത്രം കൊണ്ടുള്ള ചിക്കുൻ ഗുനിയ ചികിത്സയ്ക്ക് ശേഷം വൈറസിൻ്റെ അളവ് 90% കുറഞ്ഞതായി ഗവേഷകർ അവകാശപ്പെടുന്നു. വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന സംയുക്തങ്ങളെ തിരിച്ചറിയാൻ വൈറോളജി, മെറ്റാബോലോമിക്സ്, മോളിക്കുലാർ ഡോക്കിംഗ്, ബയോകെമിക്കൽ വിശകലനം എന്നിവ സംയോജിപ്പിച്ചാണ് പഠനം നടത്തിയത് എന്ന് ഗവേഷകർ പറയുന്നു. ഗോമൂത്രത്തിലടങ്ങിയ ബെൻസോയിക് ആസിഡ്, ഹിപ്യൂറിക് ആസിഡ്, ഒലൈക് ആസിഡ് എന്നിവ ആൻറ്റി വൈറൽ പ്രവർത്തനങ്ങളിൽ കാര്യമായ പങ്ക് വഹിക്കുന്നതായി കണ്ടെത്തി. ലബോറട്ടറിയിൽ ചിക്കുൻ ഗുനിയ ബാധിച്ച കോശങ്ങളിലേക്ക് ശുദ്ധീകരിച്ച ഗോമൂത്രം ചെറിയ അളവിൽ ചേർക്കുകയാണ് ചെയ്തത്. ഗോമൂത്രത്തോടൊപ്പം കരിഞ്ജീരകത്തിൽ കാണപ്പെടുന്ന തൈമോക്വിനോൺ, കുരുമുളകിലുള്ള പൈപ്പറിൻ എന്നീ പ്രകൃതിദത്ത സംയുക്തങ്ങൾ കൂടി ചേർത്തപ്പോൾ വൈറസിനെ 99.85% ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന് ഗവേഷകർ പറയുന്നു. വൈറൽ രോഗങ്ങൾ പെരുകുന്ന ഇക്കാലത്ത് പണച്ചെലവ് കുറഞ്ഞതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമായി ചികിത്സ സമൂഹത്തിന് ഉപകാരപ്രദമാകും എന്ന് IIT റൂർക്കി ഡയറക്ടർ പ്രൊഫസർ കമൽ കിഷോർ പന്ത് പറഞ്ഞു. എന്നാൽ ഇനിയും ക്ലിനിക്കൽ ട്രയലുകൾ നടത്തി ഫലം ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ടെന്നും സ്വയം ചികിത്സ വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയുഷ് മന്ത്രാലയം ഈ ഗവേഷണത്തിന് ഫണ്ട് നൽകിയിട്ടുണ്ട്. മലചികിത്സകനായ സിറിയക് ആബി ഫിലിപ്സ് എന്ന മലയാളി ഡോക്ടർ പഠനത്തിൻ്റെ പുനഃപരിശോധന ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് ചില ശാസ്ത്രജ്ഞരും പഠന രീതിയെയും ഡാറ്റയുടെ വിശ്വാസ്യതയെയും കുറിച്ച് സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പഠനം മനുഷ്യരിൽ നടത്തിയ ചികിത്സാ പരീക്ഷണമല്ല, ലബോറട്ടറിയിലെ കോശങ്ങളിൽ നടത്തിയ പ്രാരംഭ പരീക്ഷണം മാത്രമാണ്. ഹിപ്യൂറിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ഒലൈക് ആസിഡ് എന്നിവ മനുഷ്യമൂത്രത്തിലും ഉണ്ട്. അതുകൊണ്ട് ഗോമൂത്രത്തിൻ്റെ ആൻറ്റി വൈറൽ ഗുണം മനുഷ്യമൂത്രത്തിലും ഉള്ളതുകൊണ്ടാകാം ചിക്കുൻ ഗുനിയ രോഗികളിൽ മനുഷ്യമൂത്രം ഫലപ്രദമാകുന്നത് എന്ന നിഗമനത്തിൽ എത്തുന്നതിൽ ആ യുക്തിയൊന്നുമില്ല. നന്ദി.